അതേതാ ഒരു മന്തിയും ഒരു ഫുൾ കോഴിയും വിഴുങ്ങിയിട്ടുണ്ട്, അവന്റെ വയറ്റിൽ തന്നെ അങ്ങ് വെച്ചേരെ, അവൻ നടന്നു പോകുമ്പോൾ അതും ചോന്നുകൊണ്ട് കിടക്കട്ടെ, ഇങ്ങനെ കിടക്കും. കാരണം ഗതികെട്ട്, മനസ്സിലായില്ലേ? അങ്ങനെ ഗതികെട്ട് ഞാൻ പറയാം, അല്ലെ എന്നെ ഹൃദയം അടിച്ചു കളഞ്ഞേനെ, നാറി, പറഞ്ഞിട്ട് കാര്യമില്ല, അറ്റാക്ക് ഇട്ടോണ്ട് പോവാ. നിങ്ങളൊരു ബേസിക്കലി സെൽഫിഷാണ് അല്ല, നിങ്ങളാണ് നിങ്ങളെ ഏറ്റവും വലിയ ശത്രു. എന്ത് മനുഷ്യരാ അവരെയൊക്കെ നമ്മളൊക്കെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? നിങ്ങളുണ്ടെങ്കിലേ നമ്മളുള്ളു അല്ലേ? ഉബണ്ടു എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് യു പോയാമെന്ന. അപ്പൊ നമ്മൾ ഈ നമുക്ക് ഇന്ന് സർപ്ലസ് ഉണ്ടെന്നും പറഞ്ഞ് മത്സരിച്ച് ആരെ തോപ്പിക്കാനായി തിന്നുന്നത്? വിഷം കൊടുത്ത് കൊന്നോണ്ടിരിക്കുകയല്ലേ അല്ലേ? ഇത് വേണോ? ഇപ്പൊ തന്നെ കൊല്ലണോ? ഒരു 8 വയസ്സ് 9 വയസ്സ് വരെ പിള്ളേർക്കെന്നല്ല, ഈ പറയുന്ന ഒരു മധുരം ഇരുന്നാൽ അവിടെ വന്നിരിക്കുന്നത് വൃത്തിയുള്ളതൊന്നും വന്നിരിക്കത്തില്ല, പുഴുവും ഈച്ചയൊക്കെ തന്നെയല്ലേ വന്നിരിക്കുന്നത്. കേരളത്തിനെ ശരിക്കും ഒന്ന് നോക്കണം, എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഈ പലയിടത്തും ട്രാവൽ ചെയ്തതാണ്, എന്തുമാത്രം ടൂറിസം ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഈ നാട്ടിലുള്ള എല്ലാവരും വണ്ടിയും വിളിച്ച് ഇവിടെ മോട്ടിക്കാൻ വന്നത് നമ്മൾ റോയലായിട്ടല്ലേ അല്ലേ? അത് നമ്മൾ എപ്പോഴും നമ്മളെ ബ്ലഡ് ലൈനിൽ ഉണ്ടാവണം. ഈ സദ്യയുടെ കാര്യം പറഞ്ഞപ്പം നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, ഇപ്പം അത് സദ്യയിലുള്ള വിഭവങ്ങൾ ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആണ് എന്നുള്ളത്. ഇത് കഴിക്കാതെ പോകുന്ന ആൾക്കാർ നേരത്തെ പറഞ്ഞത് മിസ് ചെയ്യാണ് അവര് ശരിക്കും. അതൊക്കെ നമ്മുടെ മാത്രം സ്വകാര്യ അഹങ്കാരമായിട്ട് നമ്മൾ ക്യൂറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഫുഡ്. ഇപ്പൊ താങ്കളുടെ പുഴുക്കുകളായാലും പുട്ടുകളുടെ ഉത്സവം നടത്താം, ഇടിയപ്പത്തിന്റെ ഉത്സവങ്ങൾ നടത്താം. ഇതെല്ലാം നമുക്ക് പുറത്തെ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ പരിണാമപ്പെടുത്തി എടുത്തിരിക്കുന്നതാണ്. പക്ഷെ അന്ന് എടുത്തവൻ്റെ തലയ്ക്ക് ആളുതാമസം ഉണ്ടായിരുന്നു. നമ്മൾ എടുത്തിരിക്കുന്നതിനകത്തെല്ലാം ഒരു റോയൽനെസ് ഉണ്ട്. നമ്മൾ ചുട്ട ഇറച്ചിയും ഈ പറഞ്ഞ കണക്ക് പുഴുങ്ങിയ വെജിറ്റബിളും കുഴച്ച പൊട്ടറ്റോ അല്ല നമ്മൾ തരുന്നത്. നമ്മളെടുക്കുന്നത് നല്ല പുട്ടെന്നൊക്കെ പറഞ്ഞ അരി ഉണക്കി പൊടിച്ച് കുത്തി, മനസ്സിലായില്ലേ? ആ അരി ഉണക്കി പൊടിച്ച് കുത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ? അതിനകത്ത് നമ്മൾ നല്ല ചെറുപയറോ ഇല്ലെങ്കിൽ നല്ല കടലക്കറി, നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെ? കടല തലേന്ന് വെള്ളത്തിയിട്ട് പ്രൊസീജിയറാണ്, വറുത്തരച്ച് അല്ലേ? അതിനകത്ത് തേങ്ങാക്കൊത്ത് മസ്റ്റാണ്, ശരിയല്ലേ? ഇതിന് പോരാഞ്ഞിട്ട് പപ്പടവും. അപ്പം നമ്മുടെ ഡൈനിങ് ടേബിളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മളിപ്പോൾ ദോശ തന്നെ ആണെങ്കിലും സാമ്പാർ, ചമ്മന്തി, നെയ്യൊക്കെ ഒഴിച്ച ദോശ കൊണ്ടുവച്ച് അതിൻ്റെ കൂടെ ചായ, നമ്മളെ സ്റ്റൈൽ ആലോചിച്ച് നോക്ക്. നമ്മളെന്തിനാ പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് 2 കമ്പിനകത്ത് പെട്ടെന്ന് തിന്നുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഗതികേടാണ്. നാട്ടിലുള്ള ബാക്കിയുള്ള രാജ്യങ്ങളിലെ ഗതികേടിന്, ആ ഗതികെട്ട ജീവിതത്തിന് നമ്മൾ എന്തിനാ ഗ്ലോറിഫൈ ചെയ്യുന്നത്? ഒരു രാജ്യത്ത് സൂട്ടിട്ട് നടന്നത് അവന് തണുപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ചിത്ര, അല്ലാണ്ട് അവൻ വലിയ സാറായിട്ടല്ല. തണുപ്പ് സഹിക്കാൻ വയ്യ, ഗ്ലൗസും ഇട്ട് ജാക്കറ്റും ഇട്ട് ടൈയും ഇട്ട് ഈ കൊടും ചൂടത്ത് മാനേജറാണ് എക്സിക്യൂട്ടീവ് ആണെന്നും പറഞ്ഞ് ഈ ടൈയും ഇട്ട് പാവപ്പെട്ടവൻ വിയർത്ത് കുളിച്ച് നടക്കുന്നവനെ നമ്മൾ എന്ത് പറയണം? എനിക്കിപ്പോൾ ആ പ്രൊഫഷൻ തന്നെ ഞാൻ പറയും, സാറേ ഞാനൊരു മുണ്ട് കൊടുത്ത് വരാം, അതായിരിക്കും ബെസ്റ്റ്, പിന്നെ പാൻസ് ഇടാം, ഷർട്ട് ഇടാം. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു ജാക്കറ്റ്, അതിനൊരു ബ്രാൻഡ് അല്ലേ? എന്തിനാണ്? അപ്പോൾ നമ്മൾ കൾച്ചറിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റൈലിന് വേണ്ടി ചെയ്യാം, ഒരു സ്റ്റൈൽ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ ബാക്കിയുള്ളവരുടെ ആഹാര ഗതികേടുകളെ, ഇപ്പം ഫോറിൻ കൺട്രീസിൽ പോകുമ്പോൾ ഫിംഗർ ബോൾ തരും, ഒരു നാരങ്ങയൊക്കെ ഇട്ട്. എന്തിനാണ് തരുന്നത്? എന്തിനാ എണീറ്റ് പോയി കഴിയൂലേ? എന്തായിരുന്നു അതിൻ്റെ ചരിത്രം? കാരണം ആ ക്രൂരമായ തണുപ്പിൽ അന്ന് അവർക്ക് ഹീറ്ററൊന്നും ഇല്ല, കൈ കഴുകണ്ടേ, ആസനം പോലും കഴുകാൻ യോഗമില്ല, പേപ്പർ വെച്ച് വേണം തുടയ്ക്കാൻ. ഗതികേട്, ആ ഗതികേടെല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മളെ തലയ്ക്ക് വെച്ചിട്ട് ക്യാൻ ഐ ഹാവ് ദ ഫിംഗർ ബൗൾ അല്ലേ? ചുമ്മാ ചിന്തിച്ചു നോക്കിയേ. എൻ്റെ രാജ്യം, ഭാരതീയൻ സംസ്കാരത്തിലുള്ള എൻ്റെ രാജ്യം കേട്ട നാൾ മുതലേ റോയലാണ്. ഈ നാട്ടിലുള്ള എല്ലാവരും വണ്ടിയും വിളിച്ച് ഇവിടെ മോട്ടിക്കാൻ വന്നത് നമ്മൾ റോയലായിട്ടല്ലേ അല്ലേ? അത് നമ്മൾ എപ്പോഴും നമ്മളെ ബ്ലഡ് ലൈനിൽ ഉണ്ടാവണം. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും, നമ്മൾ ഏത് കളിനറി കണ്ടാലും, അതൊന്നും നമ്മൾ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അതിന് മുകളിലല്ല. ഈ പുട്ടിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാണ്, ഈ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ചിലപ്പോൾ നല്ല ഒട്ടുമിക്ക വീടുകളിലും ഈ ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന
കാര്യങ്ങളായിരിക്കുമല്ലോ കൂടുതൽ. ഇപ്പൊ പുട്ട്, ഇടിയപ്പം, ഇഡലി അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ കഴിക്കുക. ഈ രാവിലെ ഇങ്ങനെ അത് ഭയങ്കര ഹെവി ആയിട്ടുള്ളത് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പം കുറച്ച് മലബാർ ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് രാവിലെ നോൺ വെജ് ഭയങ്കരമായിട്ട് അവർ കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ നമ്മൾ ഈ ലൈറ്റ് ആയിട്ട് രാവിലെ കഴിക്കണം എന്നാണോ ശരിക്കും? ഈ ആവിയിൽ വേവിച്ച് അങ്ങനെയൊക്കെ കഴിക്കുന്നതാണോ കുറച്ചുകൂടി ഗട്ടിന് നല്ലത്? ഇതിനകത്തൊരു വളരെ ക്ലീൻ ആൻസർ. ഒരു കാലത്ത് നമുക്ക് പട്ടിണിയായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ ഇറച്ചി വാങ്ങിച്ചിരുന്ന വീടുണ്ട്, മാസത്തിൽ ഒരിക്കൽ വാങ്ങിച്ചിരുന്ന വീടുണ്ട്. അന്നൊരു നല്ല കല്യാണം കാണാൻ വളരെ കുറവാണ്. വലിയ വീടുകളിലാണ് സദ്യ ഉള്ള കല്യാണങ്ങളുള്ളത്. ഇതിപ്പോൾ റിസപ്ഷനായി. ഇന്നിപ്പം ഇതെല്ലാം സർപ്ലസായി. അന്ന് ഇപ്പം ഞാൻ എൻ്റെ അനിയത്തിക്കുട്ടിയാണ് ചിത്ര എന്ന് വയ്ക്കുക. ഞാൻ അനിയത്തിക്കുട്ടി കണ്ട് പോവുക. അപ്പം അന്നവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്. ഞാൻ പോയി കഴിച്ചോ മോളെ കഴിച്ചോ, ഇതൊന്നും വേസ്റ്റ് ചെയ്യരുത്. കാരണം എന്താ, ഇനി ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും ചിത്രയ്ക്ക് കിട്ടുക. ഇതും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ആഹാരം വേസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് കിടക്കുന്ന ഇന്നത്തെ മണ്ടന്മാരോട് ഞാൻ എന്തോ പറയാൻ, നമ്മൾ തൂക്കി കഴിയണം. കാരണം ഇന്ന് നമുക്ക് സർപ്ലസാണ്. അന്ന് നമുക്ക് ചോയ്സസ് ഇല്ല. ഒരു നേരത്തെ ഊണായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കണം, കഴിച്ചോണം, വേസ്റ്റ് ചെയ്യരുത്, ചോറ് വേസ്റ്റ് ചെയ്താൽ പാപം കിട്ടും, ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതെന്ത്, ഇവിടുത്തെ ബാക്ടീരിയയ്ക്കും വൈറസിനും പുഴുവിനും പാറ്റയ്ക്കും ഒന്നും ജീവിക്കണ്ടേ? ഇത്രയും സ്വാർത്ഥനാണ്. അവരും കൂടെ ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഈ പ്രപഞ്ചമുള്ളു അല്ലേ? അപ്പം ഒരു കാലത്ത് അതും പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു കോഴി മൊത്തം വിഴുങ്ങണം എന്നും പറഞ്ഞ് നടക്കുന്നവർക്ക് ഞാനെന്ത് പറയണം? നമ്മളിപ്പോൾ രാവിലെ 2 ഇഡലി അല്ലേ, 50 ഗ്രാം 100 ഗ്രാം സാമ്പാർ എല്ലാം കൂടി 250 ഗ്രാം ഫുഡ് കഴിച്ചിട്ട് എന്തോ ആവാനാ? ഒന്നും ആവത്തില്ല. ബോഡി ഹാപ്പി. ഇത് 50 ഇഡലിയും തിന്നിട്ട് ഇറങ്ങുമ്പോഴാണ് ഈ പറഞ്ഞ കണക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആവരുത്, ഒന്നും ഹെവി ആവരുത്. എപ്പോഴും നമ്മൾ ഒരു ലൈറ്റ് മോഡിലായിരിക്കണം. അപ്പോൾ നമുക്ക് എപ്പോഴും ടേക്ക് ഓഫ്. ഇനിയിപ്പോൾ ആരെന്ത് നമുക്ക് വിളമ്പുന്നെന്ന് പറഞ്ഞാൽ, പഞ്ചാമൃതമാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ സെൻസ് പറയും, ഒന്ന് ടേസ്റ്റ് ചെയ്തു കൊള്ളാം, നൈസ്. നമുക്കൊരു 40 വയസ്സിന് മുമ്പ് ആഹാരം കഴിക്കാം, ഒരു 40 വയസ്സിന് ശേഷം ആഹാരം രുചിക്കാം. രണ്ടും രണ്ടാണ്. ഈ മമ്മൂട്ടി ഇങ്ങനെയാണ് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാം ആള് കഴിക്കും, പക്ഷെ ഭയങ്കര കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. ഇതൊക്കെയാണ് അവരുടെ ഗ്ലാമർ കാണുമ്പോൾ നമുക്ക് അറിഞ്ഞോളൂ അല്ലേ? കാരണം പുള്ളിക്ക് അതിനുള്ള ജ്ഞാനമുണ്ട്. നമ്മളിപ്പം ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ വളിച്ചതും പുളിച്ചതും എൻ്റെ പഴയ കാലത്തെ കഥയും പറഞ്ഞു ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം നോക്കും, ഇപ്പം ഇന്ന സ്ഥലത്ത് പോകുന്നു, അവിടെ നല്ല ഫ്രഷ് മീനുണ്ട്. അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും, ഒരു 200 ഗ്രാം ഫിഷ് അങ്ങ് കഴിക്കാം, ഒരു 100 ഗ്രാം ആക്സസറീസ്, 300 ഗ്രാം, ഒരു 50 ഗ്രാം ചിലപ്പോൾ ഒരു ഡ്രിങ്ക് അടിക്കും, ശരി 350 ഗ്രാം, ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ലൈബ്രറി പോലെ ഇരിക്കും. ഇല്ലെങ്കിൽ ഇവിടുത്തെ കോർപ്പറേഷനിൽ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ സ്റ്റോർ റൂം കാണുമ്പോഴത്തേക്ക് എല്ലാം വലിച്ചു വാരിക്കൊണ്ട് അവർക്ക് അവിടെ കൊണ്ടുപോയിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെപ്പോഴും ഒരു നല്ല ലൈബ്രറി പോലെ ഇരിക്കണമെങ്കിൽ നമ്മൾ മിതമായി എല്ലാം കഴിക്കണം. ഇപ്പോൾ ഒരു പഴംപൊരി വാങ്ങിച്ചു, നമുക്കൊന്ന് ടേസ്റ്റ് നല്ലതാണ്, കൊള്ളാം, ഒരു പകുതി എടുക്കുന്നു, കഴിക്കുന്നു, പകുതി കളയുന്നു, ഇല്ലേ കൂടുള്ള ആൾക്ക് കൊടുക്കുന്നു. നമ്മളിത് മൊത്തം തിന്നിട്ട് ഒന്നും ആരെയും നന്നാക്കാം, നമുക്ക് കൂടിപ്പോയി ഒരു 10 രൂപ നഷ്ടം വരുമെന്നായിരിക്കും. പക്ഷെ നമ്മൾ 100 രൂപയുടെ മരുന്ന് വാങ്ങിക്കണം. പിന്നെ അതിനെക്കാണെന്നില്ല 10 രൂപ പോട്ടെ, നമ്മൾ കളയുമ്പോൾ ഇച്ചിരി ഈച്ചയും ഉറുമ്പും അല്ലേ, ഇതെല്ലാം കഴിഞ്ഞ് പ്രാവിന് തീറ്റി കൊടുക്കാൻ പോയിട്ട് കാര്യമുണ്ടോ? ഇത് പ്രാവ് തീറ്റയായിട്ടങ്ങ് എടുത്താൽ പോരെ അല്ലേ? ഈ ലാലേട്ടനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളില്ലേ സാർ? എന്താ അതിനകത്തൊന്ന് പഠിച്ചേക്കുന്നത്? ലാലേട്ടന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും, ഇന്ന ആൾ ഇന്ന കാര്യത്തിൽ ഭയങ്കര അടിപൊളിയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്? അതിനകത്തുനിന്ന് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലെ സൈക്കോളജിക്കൽ തോട്ട് പ്രോസസ് പുള്ളിയുടേത് ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, പുള്ളി അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും അടിസ്ഥാനപരമായി ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഇല്ലെങ്കിൽ ജനതരംഗം ഉണ്ടാക്കിയ സിനിമകളിൽ മുണ്ട് പറിച്ചടിക്കുക, മീശ വിരിക്കുക, അങ്ങനെയുള്ള സിനിമകളാണ്. റിവേഴ്സ് ഗിയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി ഇടിക്കുക, പോലീസുകാരൻ്റെ നെഞ്ചത്ത് ചവിട്ടുക. ജീവിതത്തിൽ പുള്ളി ഇതുവല്ലം ചെയ്തിട്ടുണ്ടോ? ഞാൻ മോഹൻലാലിൻ്റെ ഫാനാണ്. സിനിമ പുള്ളി എൻ്റർടൈൻ ചെയ്തു. ഈ പറഞ്ഞ കുളത്തിൽ നിന്ന് ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അടിക്കുക, ഇതൊന്നും പുള്ളി ലൈഫ് ചെയ്യത്തില്ല. അപ്പോൾ ഏത് ലാലേട്ടനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്? അതൊന്ന്. പിന്നെ ലാലേട്ടൻ്റെ ഒരു ബ്യൂട്ടി ഞാൻ അടിച്ചു മാറ്റിയത്, പുള്ളിയിൽ ഇന്നും ഒരു ആസ്വാദകനുണ്ട്, നിരൂപകനില്ല.
നമ്മളിലെല്ലാം പണ്ട് ഞായറാഴ്ചകളിൽ ടെലിവിഷനിൽ പ്രോഗ്രാം വരും, സിനിമ വരും, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വട ഞായറാഴ്ച നമ്മളെ വീട്ടിൽ ടെലിവിഷൻ ചിത്രഹാറ് ചിത്രഗീതമൊക്കെ വരും. അപ്പോൾ ഏത് പാട്ടാണെങ്കിലും ഏതെങ്കിലും പാട്ട് അത് ഫോർവേഡ് ചെയ്തോളെ പറയാറില്ല, ഇരുന്ന് ആസ്വദിക്കും. ഈ ആസ്വാദനം നമ്മൾ നഷ്ടപ്പെട്ടു പോയി. ഇന്നിപ്പോൾ സിനിമ ആയിരിക്കുന്നതാണ് എന്തുവരെ ഈ കാണിക്കുന്നത്, ഇതിലും നല്ല സിനിമ ഞാൻ എടുക്കുമല്ലോ. അന്ന് അങ്ങനെയല്ല. പ്രേം നസീറായാലും ജയനായാലും ഏതായാലും ഒരു സിനിമ കണ്ടാൽ മതി, ടി വിയിൽ എത്ര പരസ്യം ഉണ്ടെങ്കിലും കട്ടക്കിരുന്ന് കാണും. ഈ ആസ്വാദനം ഇന്നും ലാലേട്ടനുണ്ട്. പുള്ളി ഒന്നും നിരൂപിക്കാറില്ലല്ലോ. കൊള്ളാൻ മനെ നന്നായിട്ടുണ്ട്, ഞാൻ കണ്ടിരുന്നു, ഇത് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. പുള്ളിയിൽ ആസ്വാദനം നിൽക്കുക. അപ്പോൾ ഇപ്പം പൃഥ്വിരാജ് തന്നെ എന്നാണ് പറഞ്ഞത്, ഒരു കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇത് നോക്കത് ടോം ആൻഡ് ജെറി. അപ്പോൾ പുള്ളിയിൽ ഇന്നും അപ്പോൾ ഞാനത് ഒബ്സർവ് ചെയ്യും. ഞാൻ വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഇസ് മാൻ, ദിസ് മാൻ ഇസ് എ മജീഷ്യൻ. സോ ഹൗ ക്യാൻ ഐ ലേൺ ഫ്രം ഹിം, നോട്ട് ഹിസ് മൂവീസ്. പുള്ളിയുടെ മൂവി പുള്ളി പറയുന്നത് ഞാൻ ചെന്ന് നിൽക്കുന്നു, എന്തോ സംഭവിക്കുന്നു, സത്യമാണ്. അത് പുള്ളിയല്ല. ഞാനെന്തിനാ അതിൻ്റെ പുറകെ പോകണം? ഞാൻ പുള്ളിയുടെ പുറകെ പോയാൽ പോരെ. ഞാൻ ലാലേട്ടൻ്റെ പിറകെയാണ്. ലാലേട്ടൻ്റെ ആറ്റിറ്റ്യൂഡ്, സ്റ്റൈല്, ആ തോട്ട് പ്രോസസ്സ്, ഡെലിവറൻസ്, ഇടയ്ക്ക് വന്നൊരു കുക്കിംഗ് പറയും, ആൾക്കാരെ ഡീൽ ചെയ്യും, ഇതെല്ലാം ഒരു എങ്ങനെ സംഭവിച്ചു? പുള്ളിയുടെ തോട്ട് പ്രോസസ്സാണ്. പുള്ളിയിൽ ഇന്നും നിലനിൽക്കുന്നത് ഒരു ആസ്വാദകനാണ്, അല്ലേ? അതെ അതെ, ഒരു അസാധ്യമായിട്ട് പാചകം ചെയ്യുന്നുള്ളത് കേട്ടിട്ടുണ്ട്. അത് വിഷയം പുള്ളി മനഃപൂർവ്വം മാറിയതാണ്, എന്നെ പേടിച്ചിട്ടായിരിക്കും. അത് ഞാൻ കേട്ടിട്ടുണ്ട് നേരത്തെ. ഞങ്ങൾ പുള്ളി ഇതിനകത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭീഷണിയായി പോയി. കാരണം ഇപ്പം വിഷയം എന്ന് പറയുന്നത്, പുള്ളി ഇപ്പം ഒരു നല്ല നടനായില്ലായിരുന്നെങ്കിൽ പുള്ളി ഒരു വലിയ ഷെഫാവുകയായിരുന്നു എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ പുള്ളി നടനായി, നമ്മൾ പുള്ളിക്കൊരു കോമ്പറ്റീഷനായിട്ട് നമുക്ക് നിൽക്കേണ്ടി വന്നില്ല, അതാണ് ഒരു സന്തോഷം. ഈ നമ്മളിപ്പം പറയും കോക്കനട്ട് ഓയിലാണ് എല്ലാത്തിനും നല്ലത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അപ്പോഴൊരു സംശയം ഇങ്ങനെ ബാക്കി വരുമല്ലോ, റിഫൈൻഡ് ഓയിലാണ് അതോ കോക്കനട്ട് ഓയിലാണോ നല്ലത് എന്നുള്ളത്. ഈ ഭാഷയിൽ ശ്രീ ചേർത്ത്, ശ്രീ വിജയൻ, ശ്രീ ചിത്ര എന്ന് പറയുന്ന പോലെ ശ്രീ ചേർത്ത് ഈ ഭൂമി മലയാളത്തിൽ ഒരേ ഒരു പ്രോഡക്റ്റിനെ മാത്രമേ അഭിസംബോധന ചെയ്യാറുള്ളൂ. ഏതാണെന്നറിയോ? ശ്രീഫൽ, തേങ്ങ. അപ്പോൾ അതിൻ്റെ ചൈതന്യം ഓർക്കണം. അതുമായിട്ട് ഒന്നിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതും നമ്മളെ കേരളീയൻ സാധനം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഒരു തേങ്ങ അരച്ച് ഒരു മീൻകറി വയ്ക്കുക, അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന തേങ്ങ അരച്ചൊരു മീൻകറി വയ്ക്കുക. ഈ അന്യ സംസ്ഥാനത്തിൻ്റെ മീൻകറി ആദ്യമേ വളിച്ചു, നമ്മളതവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായത്. കേരളത്തിനെ ശരിക്കും ഒന്ന് നോക്കണം, എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന്. ഞാൻ ഈ പലയിടത്തും ട്രാവൽ ചെയ്തതാണ്, എന്തുമാത്രം ടൂറിസം ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. സന്തോഷ് ജോർജ് കുളം അങ്ങനെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ മലയാളികൾ ഇതിന് മുൻകൈ എടുക്കുന്നില്ല? ആ മുൻകൈ എടുപ്പ് എല്ലാവർക്കും വരുമാനമുണ്ടാക്കും. ഇപ്പോൾ എയർബിഎൻബി വന്നു, അല്ലേ? ഇപ്പോൾ പലരും അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇനിയും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ ഇഷ്ടം പോലെ വീടുകൾ പൂട്ടിക്കിടക്കുന്നതാണ് പറയുന്നത്. അവർക്കെല്ലാം എയർബിഎൻബിയിലേക്ക് വരാം. അപ്പോൾ പലർക്കും ഇപ്പോൾ കേരളത്തിൽ സ്കോപ്പില്ലാഞ്ഞിട്ടാണോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ളത് കേരളത്തിലാണ്, അറിയോ? അതേപോലെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് ഉള്ളത്. അപ്പോൾ നമ്മളെ ഹോസ്പിറ്റലുകളെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഇപ്പോൾ എല്ലാവരും ഇൻഷുറൻസ് അങ്ങ് എടുക്കുക, ഓടി അങ്ങ് പോവുക. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഫാർമസി, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ പ്ലേറ്റിലേക്ക് ശ്രദ്ധിച്ച് നോക്കേണ്ടത്. അപ്പം ഇത് മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റൂ. ഈ പലപ്പോഴും കേട്ടിട്ടുണ്ട് തേങ്ങ അരച്ച് കൂട്ടുന്ന ഭക്ഷണങ്ങൾക്ക് അത് കൊഴുപ്പുണ്ട്, അധികം കഴിച്ചുകൂടാ എന്നുള്ളതൊക്കെ. അധികം കഴിച്ചോളൂ, അധികം എന്താ കഴിക്കാൻ? അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല. അമൃത് പോലും കഴിക്കരുതെന്നല്ലേ? മിതമായി കഴിക്കുക, എല്ലാം കഴിക്കുക, എത്ര നാൾ കഴിക്കാൻ പറ്റും? പല്ലുള്ളിടത്തോളം ചവയ്ക്കാൻ പറ്റും, അല്ലേ? ഈ 840 മാസമാണ് ഒരു ആയുഷ്കാലം. 70 വയസ്സ് വരെ കിട്ടിയ, അല്ലേ? 70 വയസ്സ് വരെ കിട്ടിയ 840 മാസം. സോ ഹൗ ആർ യു ഗോയിങ് ടു പ്ലാൻ ഇറ്റ്? ഇതിനു വേണ്ടി വാശി, വിദ്വേഷം, അടിനാശം, വെള്ളപ്പൊക്കം. എൻ്റെ പൊന്നുമോനെ, രാവിലെ തുടങ്ങി രാത്രിക്കകത്ത് വായിക്ക് രുചിയായി ആരോഗ്യ സമ്പന്നതയോടുകൂടി വല്ലതും കഴിക്കുന്നുണ്ടോ? എനിക്കറിയാവുന്നവരോട് പറയുന്ന ഒറ്റ കാര്യം, നല്ല തലമുറ ഉണ്ടാവണ്ടേ?
ഉണ്ടാവണോ? അതെ അതെ നല്ല കുട്ടികൾ ജനിക്കണ്ടേ? എങ്ങനെ ജനിക്കും? ഈ പറയുന്ന നൂഡിൽസിനകത്ത് തൈര് ഒഴിച്ച് തിന്നാൽ കിട്ടുമോ? പിന്നെ അവൻ മണ്ടയടച്ചവനായെന്ന് നമ്മൾ ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ? കുപ്പിയും വെള്ളവും കൊള്ളത്തില്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ നോക്കിയിട്ട് ആ കുപ്പി ആ വെള്ളമേ എന്ന് വിളിക്കുമോ, അത് ഉണ്ടാക്കിയവനെ വിളിക്കുമോ? ആര് വിളിക്കും തെറി? അല്ലേ? മാനുഫാക്ചറിനല്ലേ അതെ വിളിക്കും. അതെ അതെ നമ്മളാണ് മാനുഫാക്ചേഴ്സ്. നമ്മളെ പ്രോഡക്റ്റ് ചീത്തയായാൽ നമ്മളെ കുറ്റം. നമ്മളെ കുറ്റം പറയണം. ഇന്നത്തെ പാരൻറ്റിങ്, ഇന്ന് ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എൻ്റെ മോൻ ഇതേ കഴിക്കത്തോള്. ഞാൻ ഈ കാര്യം പറഞ്ഞു, ഒരു ബോട്ടിൽ വാട്ടർ പൊല്യൂട്ടഡ് ആണ്, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ബോട്ടിൽ വാട്ടറിനെ ചീത്ത വിളിക്കൂ, അത് ഉണ്ടാക്കിയവനെ വിളിക്കൂ. അപ്പം നിങ്ങളെ കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കുട്ടികൾ ആരോഗ്യ സമ്പന്നത നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നാളെ നല്ല പേരക്കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് മര്യാദയ്ക്കുള്ള ഫുഡ് കൊടുക്കുക. അതിന് ചിലപ്പോൾ വഴക്ക് പറയേണ്ടി വരും, ഇച്ചിരി ഒന്ന് തള്ളേണ്ടി വരും, ഇച്ചിരി ഒന്ന് ദേഷ്യപ്പെടേണ്ടി വരും. അത് ഇരുന്ന് സംസാരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ട തിരിച്ചു വരുന്ന വഴിക്ക്. ആ പെൺകുട്ടി ഇതാണൊക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെ ആളാണ്, കാരണം ഒരു എയർലൈൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ യൂസ് ടു സ്പീക്ക് ടു ഹർ ആൻഡ് നൗ ഷീ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഹെൽത്തി ഫുഡ്. ഞാൻ പറഞ്ഞു, മോളെ നിനക്കൊരു അനുഗ്രഹമുണ്ട്, നിനക്കൊരു ആകാരപടിവുണ്ട്, നിനക്കൊരു സൗന്ദര്യമുണ്ട്. ഇത് നിനക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നീ ഇന്ന് കഴിക്കുന്നതാണ് നാളെ നീ വിതയ്ക്കാൻ പോകുന്നത് എന്തും. അപ്പം നമ്മളുടെ വിതയ്ക്ക് വേണ്ടത് അല്ലേ, നമ്മൾ ഇന്ന് ഫീഡ് ചെയ്യണ്ടേ, ഫെർട്ടൈൽ ചെയ്യണ്ടേ. അപ്പം താങ്കൾക്ക് നാളെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങൾ ഇന്ന് ഫെർട്ടൈൽ ചെയ്തില്ല, നാളെ നല്ലൊരു കുട്ടി ജനിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഫെർട്ടൈൽ ചെയ്തില്ല, നാളെ നിങ്ങളുടെ യൂട്രസ് സംബന്ധമായി ഇല്ലെങ്കിൽ ജനറ്റൈൽ സംബന്ധമായ പ്രതിസന്ധികളും പ്രശ്നം ബാക്കിയൊക്കെ വിധിയാണ്. ഞാനിപ്പോൾ അതിൻ്റെ പിറകെ പോകുന്നില്ല. ഇപ്പോൾ ഏത് ഡോക്ടറെ അടുത്ത് ചോദിച്ചാലും അവർ ചോദിക്കുന്നത് എന്താ കഴിച്ചിട്ട് വന്നേ, ഇന്നലെ എന്താ കഴിച്ചേ, ഇനി മെഡിസിൻ വേണ്ട, നമുക്ക് ഡയറ്റ് നോക്കാം, അല്ലേ? ഫുഡാണ് അൾട്ടിമേറ്റ്. അതെ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പനി വന്നാൽ പോലും ചിലപ്പം ഫുഡിന്റെ എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ആണോ, ഗട്ട് ക്ലിയർ ആണോ എന്നുള്ളത് നോക്കും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആരും അധികം ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ ഗട്ടിനെ കുറിച്ച് ആരും അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കുന്നത് കാണാറോ കേൾക്കാറോ ഒന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ ഈ ഒരു ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് മനസ്സിലാവാതെ പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും? എഡ്യൂക്കേഷൻ. ഇവിടുത്തെ സ്കൂളിൽ എവിടെയെങ്കിലും പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഹൗ ടു ഈറ്റ്, വാട്ട് ടു ഈറ്റ്, വെൻ ടു ഈറ്റ്. മോള് പഠിച്ച സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ കുട്ടികളെ ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പോലും അറിയില്ല. എന്താ പ്രശ്നം? കാരണം ബേസിക്കലി നമ്മളുടെ ഒബീഡിയൻസ് ഇല്ലെങ്കിൽ നമ്മളുടെ ഗൈഡൻസ് വരേണ്ടത് പ്രോപ്പർ ഡൈനിങ് ടേബിളിൽ നിന്നാണ്. വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ എന്നല്ലേ, അല്ലേ? ഗട്ട്സ് ഉണ്ടെങ്കിൽ തൊടറാന്നല്ലേ പറയുന്നത്, ബുദ്ധി കൊണ്ട് തൊടാൻ പറയും, അല്ലേ? എന്താ ഗട്ട്സ് പിടിക്കുന്നത്? സോ ഇൻ യുവർ ഗട്ട്സ് എവറിത്തിങ് ഇസ് പ്ലാൻഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജപ്പാനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾക്ക് എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ബ്രോക്കലി, മഷ്റൂംസ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് ചോദിച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ്, പൊട്ടറ്റോ ചിപ്സ്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടുന്ന് തുടങ്ങാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കുട്ടികളെയും കൊണ്ട് സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് ട്രെയിൻ യാത്ര ചെയ്യുക, ബസ് യാത്ര ചെയ്യുക, അമ്മമാർ 2 കവറിനകത്ത് കുറേ പാക്കറ്റ് ചിപ്സും കുറേ ഈ ഫ്രൂട്ടീസും അങ്ങനെയുള്ള പല കാര്യങ്ങൾ. ബേസിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കി, വിഷം കൊടുത്ത് കൊന്നുകൊണ്ടിരിക്കുകയല്ലേ, അല്ലേ? ഇത് വേണോ? ഇപ്പം തന്നെ കൊല്ലണോ? ഒരു 8 വയസ്സ് 9 വയസ്സ് വരെ പിള്ളേർക്കെന്നല്ല, ഈ പറയുന്ന ഒരു മധുരം ഇരുന്നാൽ അവിടെ വന്നിരിക്കുന്നത് വൃത്തിയുള്ളതൊന്നും വന്നിരിക്കത്തില്ല, പുഴുവും ഈച്ചയൊക്കെ തന്നെയല്ലേ വന്നിരിക്കുന്നത്, അല്ലേ? അവിടെ സൗന്ദര്യം കൂട്ടുന്നതൊന്നും വന്നിരിക്കത്തില്ല. ഈ മധുരം മൊത്തം വിഴുങ്ങുമ്പം എന്താ വന്നിരിക്കുന്നത് ചിന്തിക്കുക, അല്ലേ? പിന്നെ വിഷയം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ലൈഫ് ജേർണി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പം ഒരു ഈച്ച, ഒരു ഹണി ബി, രണ്ടും പറക്കാനും എല്ലാം കഴിവുള്ളതാണ്, ശരിയല്ലേ? ഹണി ബി കുടിക്കുന്ന ഹണിയാണ്, ഈച്ചയോട് തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇത് ഭയങ്കര ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഇതിപ്പോൾ ഞാനൊരു ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്ന, മദ്യം, സിഗരറ്റ്, പൊറോട്ട, ഇതിനകത്ത് ഏതാ ഡേഞ്ചർ? 3 ഡേഞ്ചർ അല്ലേ? ഏറ്റവും കൂടുതൽ ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും 3 ഡേഞ്ചർ. സി, എൻഡ് ഓഫ് ദ ഡേ പൊറോട്ട എന്ന് പറയുന്നത് ഒരെണ്ണം, അതും പഴയ കാലത്തെ പൊറോട്ട, മുട്ട ചേർത്ത് അടിച്ചിരുന്ന ഇത് കഴിക്കാം, ഡൈജസ്റ്റ് ആവണം.
ഇപ്പോൾ സിഗരറ്റ് എന്ന് പറയുന്നത് മുട്ട ചേർത്ത് അത് പണ്ട് മുട്ട ചേർത്താണ് യഥാർത്ഥത്തിൽ പൊറോട്ട അടിച്ചത്. ഇപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ 13 രൂപയ്ക്ക് വിൽക്കാനാണ്? 5 രൂപ മുട്ടയ്ക്ക് മാത്രമേ. അപ്പം ഇന്നിപ്പം കംപ്ലീറ്റ് അഡൾട്രേറ്റഡ് ആണ്. അപ്പം മുട്ട ചേർത്ത് പൊറോട്ട നമുക്ക് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ പിടിക്കുമ്പോൾ ടക്കെന്ന് പൊട്ടുന്നത് നമ്മൾ വയറ്റിൽ ചെല്ലുമ്പോൾ ടക്കെന്ന് അല്ലേ. ഇപ്പം ഈ പൊറോട്ടയും മൈദയാണ്, ഈ പറയുന്ന പപ്സും മൈദയാണ്. പപ്സ് തിന്നരുതെന്ന് ആരും പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടുണ്ട്. അതിനകത്ത് മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം മുട്ട ചേരുമ്പം ഫെർമെൻറ്റേഷൻ നമ്മളെ വയറ്റിനകത്ത് ഡൈജഷൻ സ്റ്റാർട്ടാകും. അപ്പം മുട്ട ചേർത്ത് പൊറോട്ട കഴിയും. പിന്നെ സിഗരറ്റ്, ഡയബറ്റിക് വന്നാണ് കൂടുതൽ ആൾക്കാർ മരിച്ചേക്കുന്നത്. എൻ്റെ ഇര പൊറോട്ടയായിരുന്നു. അപ്പോൾ സിഗരറ്റ് നമുക്കിപ്പം ഒരെണ്ണം വലിച്ചെന്നും പറഞ്ഞിപ്പം മാൽബ്രോ സിഗരറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരുന്ന സ്ഥിരമായി വലിച്ചിരുന്ന ആൾ സിഗരറ്റ് സ്മോക്കിംഗ് ലങ് ക്യാൻസർ വന്നിട്ടല്ല മരിച്ചത്. ഞാൻ സിഗരറ്റ് സ്മോക്കിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പിന്നെ ഡ്രിങ്കിങ്, ഫോറിൻ കൺട്രീസിൽ ചെന്നപ്പോൾ മെക്സിക്കോ, ചൈന, എനി കൺട്രി യു ഗോ ദർ എവറി ഡേ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ ഡ്രിങ്ക് ചെയ്യുന്നു, ഏത് സ്റ്റൈലിൽ ഡ്രിങ്ക് ചെയ്യുന്നു, അതിൻ്റെ കൂടെ എന്ത് കഴിക്കുന്നു, നെക്സ്റ്റ് ഡേ രാവിലെ എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇത് വിഷയം നമ്മളെല്ലാ ഇടത്തുനിന്നുമുള്ള മോശമായ കാര്യങ്ങൾ അടിച്ചു മാറ്റി. ഇതൊക്കെ നമുക്ക് ഫുഡ് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ചിത്ര റെഗുലറായിട്ട് നല്ല ഫുഡ് കഴിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, നല്ല ഫുഡ് എന്ന് വെച്ചാൽ ഹെൽത്തി പേഴ്സണാലിറ്റി ആണെന്ന് വെച്ചാൽ, പിന്നെ ഓട്ടോമാറ്റിക്കലി ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ആ കുമ്പളങ്ങ ജ്യൂസ് കിട്ടണം, രാവിലെ പിന്നെ ആ പ്ലാറ്റർ ബ്രേക്ക്ഫാസ്റ്റ് വരണം. ഇത് ഓട്ടോമാറ്റിക്കാണ്. കാരണം സെൽസ് ചോദിച്ചുകൊണ്ടിരിക്കുക. അതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയുകയാണ്, നല്ല ഇലിമ്പിക്ക അറിയാമല്ലോ, അരിഞ്ഞിട്ട് മറ്റേ ഇലിമ്പാമ്പുളി നല്ല അരിഞ്ഞ് നല്ല അച്ചാറൊക്കെ ഇട്ട് നല്ല ചൂട് ചോറും നല്ല അത് കട്ട തൈരും ചെറിയ ഉള്ളിയും ഒരു കാന്താരി മുളകും, വേറെ ഒന്നുമില്ല ഈ അതെ അല്ലേ. ഇത് പറയുമ്പോൾ വായിക്കൂടെ വെള്ളം അല്ലേ. ഇതുപോലാണ് നമ്മളെ സെൽസ്. ഒരു 10,000-70,000 സെൽസ് ഉണ്ടാകും. ഈ സെൽസ് നമ്മളോട് സംസാരിക്കണം. ഇത് മറ്റേ സെൽസ് ഇപ്പോൾ കിടന്ന് ഉറങ്ങുക. ഇനിയിപ്പോൾ ലവ ഇപ്പോൾ ശവ ഇപ്പം മന്തിയോ മയണോസൊക്കെ ഇപ്പം ഇടോടെ പണി ഇപ്പം തുടങ്ങും. ഇത് മറ്റങ്ങല്ല. അളെ എണീ ഇപ്പോൾ നമുക്ക് മുളപ്പിച്ച പയറൊക്കെ വരും. അപ്പോൾ ബൂസ്റ്റാവും, എനർജി കൊടുക്കണം. അവന് സെറ്റ്, അവൻ്റെ ബ്രെയിൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യണം. അവനിപ്പോൾ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നുണ്ട്, അവിടെ കണ്ണ് സെറ്റാണ്. മറ്റങ്ങനല്ലോ. അപ്പോൾ ചിത്രയാണ് സെൽസ് എന്ന് കരുതുക. ചിത്രയാണ് പണിയെടുക്കുന്നത്. ഞാൻ രാവിലെ എണീറ്റ് ഈ പറഞ്ഞ ഹൈഡ്രേറ്റഡ് ഡ്രിങ്ക് അടിക്കുക. ചിത്രമാണ് സെൽസങ്ങി മിനിമം എന്നെ തന്തയ്ക്ക് വിളിക്കുമില്ലയോ. അതാണ് നിങ്ങളുടെ ശരീരം നിങ്ങളോട് ചെയ്യുന്നത്. വിളിച്ച് ഒരു ദിവസം പറയും തട്ടിക്കളടാന്ന് പറയും. കൊന്നേക്കവനെ, അത്രേ ഉള്ളൂ. കാരണം ഗതികെട്ട് ഓരോ ദിവസം ഈ ബിയർ കുടിക്കും, പിന്നെ ഇത് കുടിക്കും, ഒന്നും തിന്നാത്തല്ല, പിന്നെ കുറെ ചിക്കൻ 65 വരെ തിന്നും. വയറ്റിൽ കിടക്കുന്നവന് ഈ പറഞ്ഞ കണക്ക് ജീവനുള്ള മുതലല്ലേ. ഒന്ന് പറഞ്ഞ് രണ്ടിന് ചീത്ത വിളിക്കുന്ന മലയാളികളാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ സെൽസ് എന്തുമായിരിക്കും? അപ്പൊ ഞാൻ പറയണത് ഈ പൊറോട്ട കഴിക്കല് കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. എല്ലാം കുറയ്ക്കണം. ഒരു ദിവസം ഇത് ഫുഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പൊ സാലഡ്സ് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റും? അതെങ്ങനെയായിരിക്കും ബാലൻസ് ചെയ്യേണ്ടത് ഒരാൾ? ഒരു ലൈഫിൽ വേറെ ഒന്നിനും ടൈം ടേബിൾ ഇല്ലെങ്കിലും ഷാപ്പടിക്കാൻ നല്ലൊരു ടേബിൾ വേണം. നല്ലൊരു ടേബിൾ രാവിലെ എഴുതി കൂട്ടിക്കുക. 7 ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല പുട്ടും കടലയും, ഒരു ചിരട്ടപ്പുട്ട്. അത് പുട്ട് വെന്തതിന് ശേഷം ചിരട്ടയിൽ കമത്തി വയ്ക്കും നെയ്യ് തേച്ചിട്ട്. അപ്പോൾ ചിരട്ട തുറക്കുമ്പോൾ ചിരട്ടയുടെ വാസനയും ആ നെയ്യിൻ്റെ വാസനയും കിട്ടും. കടലക്കറി വറുത്തരച്ചതായിരിക്കണം. ഇല്ലെങ്കിൽ താറാമുട്ടയിൽ ഒരു റോസ്റ്റ്, ഈ മുട്ട റോസ്റ്റും ഇതും നല്ല അടിച്ചൊരു ചായയും. ബ്രേക്ക്ഫാസ്റ്റ് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് പ്ലാനുണ്ട്. പിറ്റേ ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി അല്ലേ, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടായി. ഉച്ചയ്ക്ക് ഒരു സൂപ്പ് ബൗൾ എന്ന് പറയും. സൂപ്പ് ബൗൾ കമത്തി അടിച്ച കണക്ക് റൈസ്, അതിൽ ചീര സമയമായി, ചീര നല്ല ചീരക്കൂട്ടൻ, അതും പരിപ്പും ചേർത്ത് കറി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. അതിനോട് ചീരക്കൂട്ടൻ അങ്ങോട്ട് ചോറിലോട്ട് ഒഴിച്ച്, ഇലിമ്പാമ്പുള്ളിയുടെ സമയം ഇപ്പം ഇച്ചിരി ഒരു പൊടിക്കൊരു അച്ചാർ, അപ്പോൾ തന്നെ പ്രോട്ടീനായി. ബാക്കി എല്ലാം ആഡംബരമാണ്. ഇത് കഴിഞ്ഞിട്ട് ലേശം തൈര്. കാരണം സൂര്യൻ ഉദിച്ചിരിക്കുന്ന സമയമാണ്, നമുക്ക് ആസിഡ് ഫുഡ് കഴിക്കാം. സൂര്യൻ അസ്തമിച്ചിട്ട്, അതാ പണ്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തൈര് കടം കൊടുക്കരുതെന്ന് പറയും. തൈര് പോയി കടം പോലും കൊടുക്കരുതെന്ന് പറയും. കാരണം ഇതെല്ലാം ശാസ്ത്രീയപരമായി നമ്മളെ ബിൽഡ് ചെയ്യാനാണ്. അപ്പോൾ സൺസെറ്റിന് ശേഷം നമ്മൾ അസിഡിക് ഫുഡ് എടുക്കാൻ പാടില്ല. അപ്പോൾ ഉച്ചയ്ക്കായേ നമുക്ക് സിമ്പിൾ പരിപാടി, ഒരു ബോൾ റൈസ്, തവിട് ചോറാണെങ്കിൽ അത്രയും ടേസ്റ്റ്. അതിനകത്ത് പരിപ്പും ഈ പറയുന്ന ചീരക്കൂട്ടാനും കൂടെ ചേർത്തിട്ടുള്ള കറി. അതെ, മാങ്ങ അല്ലേ. ഈ മാങ്ങയുടെ തന്നെ തൊലി അങ്ങോട്ട് അരിഞ്ഞ് ലേശം കാന്താരി മുളകും 2 കരിവേപ്പിലയും ഒരു ഇച്ചിരി തേങ്ങാപ്പീരയും വെച്ച് ഒരു ചമ്മന്തി, ഒരു ചെറിയ ഇഞ്ചി. പിന്നെ അപ്പോൾ ചമ്മന്തിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ മാങ്ങയുടെ മണം ആ തൊലിയിലല്ലേ ഇരിക്കുന്നത് അല്ലേ.
ഇത് ചമ്മന്തിയും ആ തൈരും കൊണ്ടൊരു ഫിനിഷിങ്, ലാസ്റ്റ് ആ ഇലിമാമ്പുള്ള ടച്ച്. ഗ്ലാസ് വെള്ളം. താങ്ക് യു സോ മച്ച്. പോയി കിടന്ന് ഉറങ്ങാം. വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ, എന്തെങ്കിലും ഒരു കടി. എവിടെ തടിക്കാനാ? വേണ്ടാത്ത സാധനം. ഇത് മാറും, അടുത്ത ദിവസം മാറും. അപ്പോൾ എന്തോ വിഷയം എന്ന് വെച്ചാൽ, വയറ്റിയിരിക്കുന്ന ഇപ്പം നേരത്തെ പറഞ്ഞ ചിത്ര എന്ന് പറഞ്ഞ സെയിൽസ് മാനേജർ എടുക്കുക. സെയിൽസ് മാനേജർ ഉണ്ട് നമുക്ക്. സെയിൽസ് മാനേജർ പറയും, അളിയാ ഇന്ന് പുട്ട് വന്നിട്ടുണ്ട്, അത് സ്റ്റാർച്ചാ, അത്യാവശ്യം എടുത്താൽ മതി, കടല മൊത്തം അങ്ങ് എടുത്തേരെ, മൊത്തം എനർജിയാണ്. പിന്നെ അപ്പോട്ടൊരു ചായ കുടിച്ചിട്ടുണ്ട്, അത് കിടന്നോട്ടെ. പിന്നെ പഴം അത് ഔട്ട് അടിച്ചാൽ നാളെ രാവിലെ തന്നെ പോകണം, 6 മണിക്ക് പുറത്ത് പോകണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ചാട്ടിടും. മനസ്സിലായില്ലേ? മറ്റേ അങ്ങല്ല. അളിയതാ ഒരു മന്തിയും ഒരു ഫുൾ കോഴിയും വിഴുങ്ങിയിട്ടുണ്ട്, അവൻ്റെ വയറ്റിൽ തന്നെ അങ്ങ് വെച്ചേരെ, അവൻ നടന്നു പോകുമ്പോൾ അതും ചോന്നുകൊണ്ട് കിടക്കട്ടെ. ഇങ്ങനെ കിടക്കും. കാരണം ഗതികെട്ട്. മനസ്സിലായില്ല? അങ്ങനെ ഗതികെട്ട് ഞാൻ പറയാം, അളിയ എന്നെ ഹൃദയം അങ്ങ് അടിച്ചു കളഞ്ഞേനെ. നാറി പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റാക്ക് ഇട്ടോണ്ട് പോവാ. ഈ സെൽ മാനേജറാണ് പ്രശ്നം. അളിയനെ ഹാപ്പി ആക്കണം. രാവിലെ എണീറ്റ് ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് ആര് ചിത്രയാണ് ബീട്രൂട്ട്. ഇന്ന് മാത്രം സൂപ്പർ സാധനം. ബ്ലഡ് കൂട്ട്. കൊച്ചിന്റെ ഫേസിൽ അത് കാണണം. മനസ്സിലായില്ലേ? അപ്പൊ ഫേസ് ഗ്ലോ ഔട്ട് ചെയ്ത് ചിത്ര ഫേസ് ഗ്ലോ ഔട്ട് ഇരിക്കുന്നത് കുഴപ്പമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അടുത്ത ചിത്ര 10-11 മണിയാകുമ്പോഴത്തേക്ക് ഒരു അവക്കാഡോ ഷേക്ക്, അവക്കാഡോ അല്ലെങ്കിൽ ഒരു പിടി കപ്പലണ്ടി. അപ്പം ബോൾ മൂവ്മെന്റ് പറഞ്ഞാ കപ്പലണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് ഇന്ന് പണി കുറവാ. ചെന്നിരുന്നിട്ട് ശരണം വിളിക്കുക, ഈ പറഞ്ഞ കണക്ക് ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുക, ഒന്നും വേണ്ട, ചെന്നങ്ങ് ഇരുന്നാൽ മതി, കംപ്ലീറ്റ് എക്സിറ്റ് അടിക്കാം. കപ്പലണ്ടി വന്നിട്ട് ഫൈബറാ. ഞാൻ ഈ പറഞ്ഞ മനസ്സിലായില്ലേ? മറ്റേ ചെന്നിരുന്നിട്ട് മാനസമ്മയിലേ വരൂ എന്ന് വിളിക്കുക, എന്നാലും വരാത്ത എത്ര പേരുണ്ട്? ഗതികേടല്ലേ ഇത്? രാവിലെ 6 മണിയാകുമ്പോൾ ടിങ് ടോങ് സെൽമാനേർ വിളിക്കും, പോകാൻ സമയമായി, ചെന്നങ്ങോട്ടിരിക്കുന്നു, ഗെറ്റ് ഔട്ട് അടിക്കുന്നു. ഓ സുഖം. അവിടെ ഒരു കട്ടൻ കാപ്പി ഇടുന്നു, ഒരു തുള്ളി നെയ്യ് ഒഴിക്കുന്നു, ആൻറ്റി ഓക്സിഡൻ്റാ. നല്ല കോഫി പൗഡർ വാങ്ങിച്ച് രാവിലെ ഒരു കോഫി ആട്ടിലെല്ലാം കൊണ്ട് റഷ് അടിച്ച് പല്ലൊക്കെ തേച്ച്, കോഫി കുടിച്ചിട്ടാണ് പല്ല് തേക്കേണ്ടത്. വെറും വയറ്റിൽ രാവിലെ എൻ്റെ ഒരു ഗ്ലാസ് വെള്ളം തലേന്ന് എടുത്തു വയ്ക്കുക. ഈ വെള്ളത്തിന് മെമ്മറി ഉണ്ടാകുന്നൊക്കെ വിവരമുള്ളവർ പറഞ്ഞു. ഒരു സ്പൂൺ, ഒരു ശകലം ചിയ സീഡ്സ് ഇടുക. അപ്പം ഒന്ന് ഫ്ലഷ് ഔട്ടൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നല്ല തണുത്ത്, AC റൂമാണെങ്കിൽ തണുത്തിരിക്കുന്ന വെള്ളമല്ലേ, അല്ല ചിയ സീഡും കൊണ്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ സെൽമാനേർ എന്തോ പറയുന്നത്, ഓ അവിടെ സെലിബ്രേഷൻ നടക്കുക. ഇത് മറ്റേ എന്തോ നടക്കുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞു തന്നില്ലേ? ഈ സെൽമാനേരെ കൊണ്ട് ബേസിക്കലി തന്തയ്ക്ക് വിളിക്കുന്നവരെ സന്തോഷിപ്പിക്കാന്നുള്ളതാണ്. അല്ലാതെ തന്തയ്ക്ക് വിളിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളും കാണുന്നവരെ കാണാം. ടീഷർട്ടൊക്കെ ഇട്ട്, അല്ലെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, മകന്റെ ടീഷർട്ടായിരിക്കും ഇട്ടേക്കുന്നത്, തലാണി ഇട്ടേക്കുന്നതാണ് കണ്ടിട്ടില്ലേ? അവരെ വിചാരം അവർ സുന്ദരനാന്നാ. മനസ്സിലായില്ലേ? അവർ പിന്നെ ശീലങ്ങളാ. ഇപ്പോൾ ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും ഇത് കണ്ട് അങ്ങ് ശീലമാകും. പിന്നെ ഇത് വൃത്തികേടാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇത് ബോഡി ഷെയ്മിങ് അല്ല ഞാൻ പറയുന്നത്, അവനവനെ സൂക്ഷിക്കുക, അവരവർ സൂക്ഷിക്കുക. കാരണം നിങ്ങളുണ്ടെങ്കിലേ നമ്മളുള്ളു, അല്ലേ? ഉബണ്ടു എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് യു പോയാമെന്ന. അപ്പം നമ്മൾ ഈ നമുക്കിന്ന് സർപ്ലസ് ഉണ്ടെന്നും പറഞ്ഞ് മത്സരിച്ച് ആരെ തോപ്പിക്കാനായി തിന്നുന്നത്, അല്ലേ? നമ്മൾ ഒരു ചിക്കൻ പീസ് എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ചിക്കൻ മൂത്തതാണ്, വെളിച്ചെണ്ണയിലല്ല ഫ്രൈ ചെയ്തിരിക്കുന്നത്. ഒരു പീസ് കഴിക്കുമ്പോഴറിയാം. ഒരു പീസും കൂടെ കഴിയും, ചെറുതടുപ്പിച്ച് നമുക്കെന്താ ഒരു മൈൻഡിന് ഒരു സാധനം കിട്ടണം. ഇപ്പോൾ നമ്മൾ സ്മോൾ അടിക്കുന്നു, ചെറുതടിക്കുന്നു, നമ്മൾ കുറച്ച് വെജിറ്റബിൾസും നട്ട്സും എല്ലാം കൂടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്ക് ആൽക്കലൈനും ആസിഡും ബാലൻസ്ഡ് ആയി. ഇത് കൊണ്ടുവരുന്നത് എന്തോ വരട്ടോ ചിക്കൻ 65, പിന്നെ BDF ഉണ്ടോ? BDF ഇതൊക്കെ എന്ന് ദഹിക്കാനാ സൂര്യാസ്തമിച്ചതിന് ശേഷം? സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് മിക്കവരും അത് കഴിക്കാതെ, അല്ലേ? അപ്പൊ നിങ്ങളല്ലേ നിങ്ങളുടെ ശത്രു, അല്ലേ? നിങ്ങളല്ലേ? നിങ്ങൾക്ക് നിങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന ഇവിടെ നിങ്ങൾക്ക് നിങ്ങളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടോ? നിങ്ങളൊരു ബേസിക്കലി സെൽഫിഷാണ്? അല്ല, നിങ്ങളാണ് നിങ്ങളെ ഏറ്റവും വലിയ ശത്രു. എന്ത് മനുഷ്യരാ അവരെയൊക്കെ നമ്മളൊക്കെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അവനവനെ സ്നേഹിക്കുന്നവനെയും ബഹുമാനിക്കുന്നത്. ഇപ്പൊ ആണായാലും പെണ്ണായാലും. ഇപ്പൊ ഋതിക് റോഷനെ നടന്നു നമുക്ക് അയാളത്ത് പ്രണയം തോന്നുന്നത് അല്ലേ? ശരിയല്ലേ? ഇപ്പൊ ദീപിക പടുക്കോൺ പോകുന്നു, ഇല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയുള്ള ടീച്ചേഴ്സും ഉണ്ട്, അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സാറുമാരുണ്ട്. ഇവരൊക്കെ നടന്നു പോകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഒരു ആരാധന തോന്നും. എന്തുകൊണ്ടാണ്? അവരാ ക്യാരി ചെയ്യുന്നത്, അവരാ ഉടുക്കുന്ന വസ്ത്രം, അവർക്ക് അവരോടുള്ള ബഹുമാനം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് നമുക്കൊരു പ്രണയമാണ് തോന്നുന്നത്. പക്ഷെ അത് നമ്മളോടും തോന്നും. നമ്മളങ്ങനെ ക്യാരി ചെയ്താൽ മതി.